നിങ്ങളൊരു അപ്പനാണ്, നിങ്ങളൊരു അമ്മയാണെങ്കിൽ നിങ്ങളുടെ മക്കളെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നയിക്കണമെങ്കിൽ ഈശോയെ സ്നേഹിക്കണം. ഈശോയെ സ്നേഹിച്ചാൽ മാത്രമേ മക്കളെ നയിക്കാൻ കഴിയൂ. ഈശോയെ സ്നേഹിച്ചാൽ മാത്രമേ മക്കളുടെ കാര്യത്തിൽ ശരിയായ തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ മക്കളെ അധികമായി സ്നേഹിക്കും. മക്കളെ അധികമായി സ്നേഹിക്കുമ്പോൾ മക്കളിൽ നിന്ന് വേദനയുണ്ടാവും. ദൈവത്തെക്കാൾ അധികം എന്തിനെ നാം ഹൃദയത്തിൽ ആഴത്തിൽ സ്നേഹിച്ചാലും കുറെ കഴിയുമ്പോൾ അതിൽ നിന്നൊരു നൊമ്പരം നമ്മൾ അനുഭവിക്കാൻ ദൈവം ഇടയാക്കും. ഈശോയെ സ്നേഹിച്ചാൽ മാത്രമേ നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുള്ളവരെ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നയിക്കാനായിട്ട് കഴിയൂ. നിയമാവർത്തന പുസ്തകത്തിൽ 32-ാം അധ്യായത്തിന്റെ 11-ാം തിരുവചനത്തിൽ കർത്താവ് എങ്ങനെയാണ് തനിക്ക് ഇഷ്ടമുള്ളവരെ സ്നേഹിക്കുന്നത് എന്ന് വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. പരിഷ്കരിച്ച VOC ബൈബിളിൽ ആ വചനം ഇങ്ങനെയാണ്: കൂടിളക്കി കുഞ്ഞുങ്ങളുടെ മേൽ വട്ടമിട്ട് പറക്കുന്ന കഴുകനെ പോലെ അവിടുന്ന് തന്റെ ചിറകുകൾ വിരിച്ച് അവനെ താങ്ങുന്നു, പക്ഷത്തിൽ സംവഹിക്കുന്നു. സഹോദരങ്ങളെ, ദൈവം ഒരു വ്യക്തിയെ ആഴത്തിൽ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം ആ വ്യക്തിയുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യും. കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ സുരക്ഷിത മേഖലകളെ ദൈവം തകർക്കും. നമുക്ക് എന്താണ് നമ്മുടെ സുരക്ഷിത മേഖലകളെ ദൈവം തകർക്കുന്നത് ദൈവസ്നേഹത്തിന്റെ അടയാളമായിട്ട് കാണാൻ കഴിയുക? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ വലിയ അല്ലലില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, കലഹങ്ങളില്ലാതെ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തെ സ്നേഹിക്കാൻ എളുപ്പമാണ്, പ്രൈസ് ദി ലോർഡ് പറയാൻ എളുപ്പമാണ്, സ്തോത്രം പറയാൻ എളുപ്പമാണ്, ഹല്ലേലൂയ പറയാൻ എളുപ്പമാണ്. എന്നാൽ ഈ കഴുകൻ തന്റെ കുഞ്ഞിന്റെ കൂടിളക്കുന്നത് പോലെ ദൈവം ചിലപ്പോൾ നമ്മുടെ കുടുംബത്തെ ഇളക്കും, നമ്മുടെ വ്യക്തി ജീവിതത്തെ ഇളക്കും, നമ്മുടെ മനസ്സിന്റെ സമാധാനത്തെ ഇളക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, കഴുകൻ കൂടിളക്കുന്നത് പോലെ ദൈവം നമ്മുടെ ജീവിതത്തെ ചില സമയങ്ങളിൽ ഇളക്കുമ്പോ അതൊരിക്കലും കൈവിടാനോ തകർക്കാനോ അല്ല, പിന്നെയോ അത് വളർത്താനും സ്നേഹിക്കാനുമാണ്.